മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന ആശയത്തെ മുൻനിർത്തി കലാഗ്രാമമായ ചേർപ്പിൽ രൂപീകൃതമായ സന്നദ്ധ സംഘടനയാണ് മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തൃശൂർ ജില്ല മുഴുവൻ പ്രവർത്തനം വ്യാപിപ്പിക്കാനും നിരവധി ഇടങ്ങളിൽ പ്രാദേശിക ഘടകങ്ങൾ ആരംഭിക്കാനും സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ 4 വർഷമായി മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ 4ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആലോചനാ യോഗം നടന്നത് പോയ വാരത്തിലാണ്. മിഴി രക്ഷാധികാരി ഡോക്ടർ PK ശിവരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മിഴി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കള്ളിയത്ത് വിഷയാവതരണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിവാഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷാജുമോൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടോണി കോട്ടയം എന്നിവർ സന്നിഹിതരായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹിച്ച് വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് കഴിയണം. പിന്നെയുള്ള സമയം കൂടി കുറേ കൂടി നന്നായിട്ട് കൂപ്പൺ വില വിൽക്കാൻ പറ്റുകയാണ് വിൽക്കുക. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കുക. നമ്മുടെ കാര്യങ്ങൾ ഉഷാറാക്കാൻ നോക്കണം, എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ കഴിയുന്നത്ര മറ്റുള്ളവരെ നമ്മുടെ യൂണിറ്റിലെ ആൾക്കാരെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. യൂണിറ്റിൽ നമ്മളത് നമ്മുടെ പ്രവർത്തനമാണ്, അത് ജനങ്ങളതിലേക്ക് ആകർഷിക്കുക. ഇപ്പം നമ്മൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഇതിലേക്ക് വരും. മെയ് 28 ഞായറാഴ്ച തൃശൂർ CMS സ്കൂൾ മില്ലേനിയം ബ്ലോക്ക് ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതലാണ് ജില്ലാ സമ്മേളനം നടക്കുക. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മിഴി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കള്ളിയത്ത് അധ്യക്ഷനായിരിക്കും. മിഴി രക്ഷാധികാരി ഡോക്ടർ PK ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് ജില്ലയിലെ ജനമൈത്രി പോലീസിന്റെ മുഖമായ മണികൃഷ്ണ ഏടുപുറത്താണ് നേതൃത്വം നൽകുക. മിഴി ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിവാഹൻ, ജില്ലാ ട്രഷറർ VV ഉണ്ണികൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് കൃഷ്ണൻ തയ്യൂർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അജിത ജോഷി, MK ഷാജുമോൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവദാസൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CA ടോണി എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും. 500 വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണം, ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം, മിഴി അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപ്രകടനങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം നമ്മൾ 10 ക്യാൻസർ രോഗികൾക്കാണ് ട്രീറ്റ്മെൻറ്റ് പൈസ നമ്മൾ കൊടുത്തത്. ഇപ്രാവശ്യം നമ്മൾ അത് സാമ്പത്തികം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വാഹന സമ്മാന കൂപ്പൺ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. അത് നമുക്ക് ഒരു വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കൈകളിൽ എത്തേണ്ട ഒരു 5 പേർക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ഒരേ യൂണിറ്റിൽ നിന്നാണ്. ആ യൂണിറ്റിലുള്ള ആളുകളെ നമ്മൾ അതാത് യൂണിറ്റിലുള്ള പ്രസിഡന്റുമാർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പേര് തരിക. 5 പേർക്ക് നമ്മൾ 5 ഭാഗങ്ങളിലായിട്ട് കൊടുക്കുന്നുണ്ട് 500 കുട്ടികളുടെ പഠന കിറ്റ്. അപ്പോൾ ഇതെല്ലാം വലിയൊരു കാര്യമാണ്. ഇത് ചെയ്യുന്ന ഓഫീസറായാലും ആരായാലും ഇതിനെ നല്ല വൃത്തിയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അതുപോലെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം കൈകാര്യം ചെയ്യണത്, അതൊരാൾ ഒരു 5 ടീം അത് കൈകാര്യം ചെയ്യാൻ ഏറ്റെടുക്കണം. അതേമാതിരി ഈ പറയുന്ന ആളുകളെല്ലാം ഓരോ ആളുകളുടെ കാര്യത്തിലേക്ക് മറ്റൊരാൾ കൈ കടത്താതെ അവർക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സമ്മേളനത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് പറയാനുള്ളത്. ബുധനാഴ്ചയ്ക്കുള്ളിൽ 4 യൂണിറ്റുകളാണ് പുതിയതായിട്ട് നമുക്കിവിടെ രൂപീകരിക്കാൻ പോണതും. പരിപ്പാല യൂണിറ്റ് ഇന്ന് നിന്നിട്ട് അശോകട്ടം മാറി ഇപ്പോൾ പടിയൂർ മേഖലയിൽ പോയിട്ട് 150 ആളുടെ യോഗമാണ് ഇപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച നടക്കുന്നത്.